നമസ്കാരം, ഞാൻ ആതിര ജാനകി. ഐ എം എ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആൻഡ് എ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന മാനസികമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? വെൽക്കം ടു ദ വീഡിയോ. മാനസികാരോഗ്യം എന്ന വാക്ക് പോലെ തന്നെ ഒരുപാട് സ്റ്റിഗ്മ അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു വാക്കാണ് ക്യാൻസർ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നാട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്താൽ ആൾക്കാർ പരസ്പരം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: നീ അറിഞ്ഞിനാ, ഓക്ക് മറ്റേതാന്നോലും. ഈ മറ്റേത് ഏതാന്ന് എല്ലാവർക്കും പരസ്പരം അറിയാം. ഇത് ക്യാൻസർ ആണ് എന്ന് തുറന്നു പറയാൻ പോലും ആളുകൾക്ക് എന്തോ ഒരു പേടിയോ മടിയോ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ കുറേ കൂടി ഒന്ന് അപ്ഡേറ്റഡ് ആയി. പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഓൾക്ക് മുഴയാന്നോലു. അപ്പോൾ ഈ മുഴ എന്താണെന്നും ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് എന്നും ഒക്കെ ആൾക്കാർ കുറേയും കൂടി ഒന്ന് തുറന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ അപ്പോഴും ഇന്ന് ആൾക്ക് ക്യാൻസർ ആണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം എന്തുകൊണ്ടോ നമുക്ക് വന്നിട്ടില്ല. ക്യാൻസർ ശരീരത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണെങ്കിലും ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് മുതൽ രോഗിയും കുടുംബാംഗങ്ങളും കടന്നു പോകുന്ന മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ ചെറുതല്ല. ഒരു ക്യാൻസർ ഡയഗ്നോസിസ് രോഗിയെ എങ്ങനെയാണ് മാനസികമായി ബാധിക്കുന്നത്? ആദ്യത്തെ ചോദ്യം, വൈ മീ? എന്തുകൊണ്ട് ഞാൻ? എന്തുകൊണ്ട് എനിക്ക് ഈ അവസ്ഥയുണ്ടായി? അതൊരു തരം ഡിനയലാവാം, ഒരു തളർന്നു പോകലാവാം, ഇനി എന്ത് ചെയ്യും എന്നറിയാത്തൊരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ ആവാം, ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലെ ഒരവസ്ഥ. ക്യാൻസർ കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ദീർഘകാലത്തെ ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു അസുഖമാണ്. പക്ഷേ കൃത്യമായ ചികിത്സയിലൂടെ നമുക്ക് ഈ രോഗം ഭേദമാവാനും പഴയ പോലെ ജീവിതത്തിലേക്ക് മടങ്ങാനും സാധിക്കും. ഒരു കാലത്ത് ക്യാൻസർ എന്നാൽ ജീവിതത്തിൻ്റെ അവസാനമാണ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാളുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മാറി ക്യാൻസർ ഒരു സാധാരണ അസുഖങ്ങൾ പോലെ തന്നെയുള്ള ഒരു അസുഖമാണെന്നും കൃത്യമായ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധവും ഇപ്പോൾ സമൂഹത്തിനുണ്ട്. എങ്കിലും ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റിഗ്മ ഇപ്പോഴും മാറിയിട്ടില്ല. ക്യാൻസറിനെ കുറിച്ച് ഓപ്പണായി സംസാരിക്കാനോ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്താനോ നമുക്ക് പലപ്പോഴും പേടിയാണ്. മറ്റൊരു കൺസേൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ളതാണ്. ക്യാൻസർ താരതമ്യേന പണച്ചെലവുള്ള ഒരു അസുഖമാണ്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എത്ര പൈസ ചിലവാകും, അതിന് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവുമോ തുടങ്ങിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ട്രീറ്റ്മെൻറ്റിനോടനുബന്ധിച്ചുണ്ടാവുന്ന ശാരീരികമായ മാറ്റങ്ങൾ, ക്ഷീണം, അസ്വസ്ഥത, മുടി കൊഴിച്ചൽ, വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക, ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങളെ രോഗി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കുടുംബത്തിലെ റോളുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. വളരെ ആക്റ്റീവായിരുന്ന ഒരു കുടുംബാംഗം പെട്ടെന്ന് രോഗിയായി മാറുമ്പോൾ മറ്റ് അംഗങ്ങൾക്കുണ്ടാവുന്ന റോൾ ചേഞ്ച്, അതിനോടനുബന്ധിച്ച് രോഗിക്കുണ്ടാവുന്ന കുറ്റബോധം അല്ലെങ്കിൽ ഒരു നിരാശ, ഇതൊക്കെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കാം. വളരെ ആക്റ്റീവായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം മെഡിക്കൽ ഡയഗ്നോസിസോടെ അയാളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ പോകാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ സാമൂഹികമായി ഒറ്റപ്പെടാനുള്ള കാരണങ്ങളാകുന്നു. മറ്റുള്ളവരെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഇത് ഞാൻ മറ്റൊരാളോട് എങ്ങനെ തുറന്ന് പറയും, അതുമൂലമുണ്ടാകുന്ന സ്റ്റിഗ്മ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും തുടങ്ങിയ പേടികളുണ്ടാവാം. അതുപോലെ ഇനി എന്ത് ചെയ്യും, ഈ രോഗം ഭേദമാവുമോ, രോഗം ഭേദമായ ശേഷം എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും തുടങ്ങിയ ഒരു ഹോപ്പ്ലെസ്നെസ് രോഗിയിലുണ്ടാവാം. ഇത് മെല്ലെ മെല്ലെ ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റിയിലോ ഒക്കെ കൊണ്ടുചെന്നെത്തിക്കാം. അതായത് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്തതു മുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളിലും ട്രീറ്റ്മെൻറ്റ് അവസാനിച്ച് സർവൈവലിന് ശേഷവുമുള്ള ഒരാളുടെ ജീവിതത്തിൽ മാനസികാരോഗ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ക്യാൻസർ ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ മാനസികവും സാമൂഹികവുമായ സുസ്ഥിരതയെ കൂടി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്ത ഒരു വ്യക്തി ശാരീരികമായ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു മെൻ്റൽ ഹെൽപ്പ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാളുടെ ക്യാൻസർ ഡയഗ്നോസിസ് ആ രോഗിയെ മാത്രമല്ല ആ കുടുംബത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. തങ്ങളുടെ കൂടെ വളരെ ആക്റ്റീവായി ജീവിച്ച ഒരാൾ പെട്ടെന്ന് രോഗിയായി മാറിയിരിക്കുന്നു.
അത് ബാക്കിയുള്ള കുടുംബാംഗങ്ങളിൽ ഒരു റോൾ ചേഞ്ചിലേക്ക് എത്തിക്കുന്നു. കുടുംബത്തിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ ആണ് ജോലിയാവുന്നതെങ്കിൽ അത് കുടുംബത്തിലെ മറ്റുള്ള ആളുകളെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കോ അതുമൂലമുള്ള സ്ട്രെസ്സിലേക്കോ ഒക്കെ നയിക്കാം. കൂടാതെ കുടുംബത്തിനകത്തും പുറത്തുമുള്ള ബന്ധങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇത്ര നാളും ഒരാളോട് ഇടപെട്ടതുപോലെ അത്ര ഈസിയായി അത്ര കാഷ്വലായി ചിലപ്പോൾ നമുക്ക് രോഗിയോട് ഇടപെടാൻ പറ്റണമെന്നില്ല. രോഗിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് എന്തായിരിക്കാം? അയാൾക്കിപ്പോൾ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലാണോ? അയാൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ചിലപ്പോൾ തുറന്നു പറയാൻ മടിക്കുന്നതാണോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചാൽ അത് അയാൾക്കൊരു ബുദ്ധിമുട്ടാകുമോ? എൻ്റെ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞ് ആളെ കൂടുതൽ വിഷമത്തിലാക്കുമോ? ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസും കുറേ ചിന്തകളും കാരണം പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇമോഷൻസ് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. കുടുംബത്തിലെ മറ്റുള്ള ആളുകളുടെ ഡിസിഷൻ മേക്കിംഗ് മൊത്തം ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തായിരിക്കും പലപ്പോഴും നടക്കുക. ഞാൻ ഈ തീരുമാനമെടുത്താൽ അത് അയാളെ എങ്ങനെ ബാധിക്കും? അല്ലെങ്കിൽ എൻ്റെ ഈ തീരുമാനം മറ്റുള്ളവരെ വേദനിപ്പിക്കുമോ? ഈ ഒരു ചിന്ത കാരണം പലപ്പോഴും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് കുടുംബത്തിലെ മറ്റുള്ള ആളുകൾക്ക് പിന്മാറേണ്ടി വരും. നമുക്കോ നമ്മുടെ വീട്ടിലൊരാൾക്കോ ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്താൽ ആദ്യമുള്ള പ്രശ്നം ഇതെങ്ങനെ മറ്റുള്ളവരോട് പറയും, എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കും, മറ്റുള്ളവരറിയില്ലേ? മറ്റുള്ളവരറിയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ക്യാൻസർ ഉള്ള ഒരാളെ സമൂഹം വളരെ സഹതാപത്തോടു കൂടിയാണ് നോക്കുക. അതുകൊണ്ട് മാത്രം പലപ്പോഴും ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും വൈകിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു ക്യാൻസർ രോഗിയുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു സൈക്കോളജിസ്റ്റിന് വരുത്താൻ പറ്റുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാൻസർ എന്താണ്, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ട്രീറ്റ്മെൻറ്റിനോടനുബന്ധിച്ചുണ്ടാവുന്ന മറ്റ് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അതുമൂലമുണ്ടാവുന്ന ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, റിക്കവറി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ രോഗിക്കും വീട്ടുകാർക്കും കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പല ക്യാൻസർ ഹോസ്പിറ്റൽസിലും സൈക്കോ ഓങ്കോളജിസ്റ്റോ ഹെൽത്ത് സൈക്കോളജിസ്റ്റോ ഉണ്ടാവാറുണ്ട്. രോഗിയുടെയും കുടുംബാംഗങ്ങളുടെയും ഇത്തരം കൺഫ്യൂഷൻസും ബുദ്ധിമുട്ടുകളും ഇവരുമായി സംസാരിക്കാൻ സാധിക്കുന്നതാണ്. പലരും നേരിടുന്ന മറ്റൊരു പ്രശ്നം, ഓൾറെഡി എനിക്ക് ക്യാൻസർ ഉണ്ട്, ഇനി എങ്ങനെയാണ് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കൂടി കാണുക, എനിക്ക് ഭ്രാന്താണ് എന്നുകൂടി ആൾക്കാർ പറയില്ലേ? ഇതുമൂലം നമ്മൾ നമ്മുടെ ആങ്സൈറ്റിയും പേടികളും സ്ട്രെസ്സും ഒക്കെ സപ്രസ് ചെയ്ത് വെക്കുകയും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വളരെ മോശമായ രീതിയിൽ പുറത്തു വരികയും ചെയ്തേക്കാം. അതുകൊണ്ട് കൃത്യമായ സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക എന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ ഉള്ളത് വളരെ ഗുണകരമാണ്. അങ്ങനെ ഇല്ലാത്ത ആളുകൾ ക്യാൻസർ സപ്പോർട്ട് ഗ്രൂപ്പുകൾ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത് ഈ സ്ട്രെസ്സിനെ ഒരു പരിധിവരെ നമുക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കും. മറ്റൊരു കാര്യം ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് ക്യാൻസർ ആണ്, എൻ്റെ ജീവിതം തീർന്നു എന്നാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ അത് റിക്കവറിയെയും ട്രീറ്റ്മെൻറ്റിനെയും ഒക്കെ ബാധിക്കും. മെഡിസിൻ കൃത്യമായി കഴിക്കാനോ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്യാനോ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആരോഗ്യകരമായ ശീലങ്ങളിലേക്ക് മാറാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വിമുഖത തോന്നിയേക്കാം. എന്നാൽ ഇത് ഒരു പനി വരുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേതൊരു അസുഖത്തെയും പോലെ ശരീരത്തിനുണ്ടാവുന്ന ഒരു അസുഖം മാത്രമാണെന്നും കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുമുള്ള ഒരു അവയർനെസ് പലപ്പോഴും രോഗികളെ ഈസി ആയിട്ടുള്ള റിക്കവറിയിലേക്ക് നയിക്കാറുണ്ട്. പ്രതീക്ഷയുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ രോഗം ഭേദമായി എന്നുള്ളത് കൊണ്ട് മാത്രം രോഗി കംപ്ലീറ്റായി റിക്കവറായി എന്ന് പറയാൻ പറ്റില്ല. അതിന് അവരുടെ മെൻ്റൽ ഹെൽത്ത് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ശാരീരികമായി അസുഖം ഭേദമായി സർവൈവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പോലും ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ലൈഫിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കടന്നുപോയ അനുഭവങ്ങളെ ഓർത്തുള്ള പേടി ഉണ്ടാവാം, ട്രോമ ഉണ്ടാവാം. ഈ സമൂഹം എന്നെ അംഗീകരിക്കുമോ, പഴയ പോലെ ആളുകൾ എന്നോട് സംസാരിക്കുമോ തുടങ്ങിയ ആകുലതകൾ ഉണ്ടാവാം. മറ്റുള്ളവരുടെ സിമ്പതിയോടുകൂടിയുള്ള നോട്ടത്തെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ഇനി ഒരു ജോലിയിലേക്കും സാധാരണ ജീവിതത്തിലേക്കും എങ്ങനെ തിരിച്ചു പോകും എന്നുള്ള ആങ്സൈറ്റി ഉണ്ടാവാം. ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ ഒരു സൈക്കോളജിസ്റ്റിന് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം,
ക്യാൻസർ എന്ന രോഗം ഇപ്പോഴും സമൂഹത്തിൽ ഒരുപാട് സ്റ്റിഗ്മ നിലനിൽക്കുന്ന ഒരു രോഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് രോഗിയിലും കുടുംബാംഗങ്ങളിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. ക്യാൻസറിനോടനുബന്ധിച്ച് മാനസികവും സാമൂഹികവുമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നത് പ്രകടമായ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ കൂടി പരിഗണിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ക്യാൻസറിനോടനുബന്ധിച്ച് രോഗിക്കും കുടുംബാംഗങ്ങൾക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നതിൻ്റെ വളരെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയും വ്യാപ്തിയും മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.